നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് എന്നുള്ള ഭാഗമാണ്. അതിൽ നമ്മൾ 2 ക്ലാസിഫിക്കേഷനുകൾ പഠിച്ചു. ഒന്ന് ലോ ഓഫ് ഒക്ടേവ്സ്, അതേപോലെ തന്നെ ഡോബറൈനേഴ്സ് ട്രയാഡും. ഡോബറൈനേഴ്സ് ട്രയാഡിൻ്റെയും ന്യൂലാൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെയൊക്കെ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1869 ഡിമിട്രി മെൻഡലീവ് എന്ന് പറയുന്ന റഷ്യൻ കെമിസ്റ്റ് ഒരു പുതിയ പീരിയോഡിക് ടേബിൾ ഫോർവേഡ് ചെയ്തത്. അയാൾ അന്നുള്ള എലമെൻറ്റുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനെ കൃത്യമായി അറേഞ്ച് ചെയ്തു. അതിനാണ് നമ്മൾ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1869 മെൻഡലീവ് അയാളുടെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത്. 1864 ന്യൂലാൻഡ് അയാളുടെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. 1829 ഡോബറൈനേഴ്സ് ട്രയാഡ്. ഡോബറൈനേഴ്സ് ട്രയാഡ് കഴിഞ്ഞിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂലാൻഡ് അയാളുടെ ക്ലാസിഫിക്കേഷൻ ശരിയാക്കുന്നത്. അതിന് ശേഷം വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മെൻഡലീവ്സ് പുതിയൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ബേസ് ചെയ്തതെന്ന് ശരിക്കും ന്യൂലാൻഡിൻ്റെ തിയറികളെയാണ്. ന്യൂലാൻഡ് ചെയ്തതുപോലെ ആറ്റമിക് മാസ് അനുസരിച്ചാണ് ഇയാൾ അറേഞ്ച് ചെയ്തത്. ഇയാൾ മെൻഡലീവ് ചെയ്തത് ആദ്യം ഇയാൾ അന്ന് അറിയപ്പെട്ടിരുന്ന 63 എലമെൻറ്റുകളാണ്. ഈ 63 എലമെൻറ്റുകളുടെയും പേര് ഓരോ കാർഡിൽ എഴുതി. സാധാ ഒരു ചെറിയ കാർഡ് ഉണ്ടാക്കി ആ കാർഡിൽ ഓരോ കാർഡിലും ഓരോ എലിമെൻറ്റിൻ്റെ പേരെഴുതി. ശേഷം അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചു. ശേഷം ഇയാൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇയാളൊരു ചുമരിലിങ്ങനെ പിൻ ചെയ്തിടാണ്. അപ്പോൾ ഇയാൾ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതിനെയൊക്കെ ഒരു മുകളിൽ നിന്ന് താഴോട്ടേക്ക് അറേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ പ്രോപ്പർട്ടീസ് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഇയാളിങ്ങനെ മൊത്തം എലമെൻറ്റുകളെ ഇയാൾ അറേഞ്ച് ചെയ്തു. ഇയാൾ ചെയ്തത് ഓരോ എലമെൻറ്റിൻ്റെ പേരെഴുതി, അതിൻ്റെ ആറ്റോമിക് മാസ് എഴുതി, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും എഴുതി. ശേഷം ആ ഓരോ കാർഡ് ഇയാളിങ്ങനെ ചുമരിൽ പിൻ ചെയ്തിടാണ്. പിൻ ചെയ്തിടുന്ന സമയത്ത് ഇയാൾ ആറ്റമിക് മാസ് ഇയാൾ പരിഗണിച്ചിട്ടില്ല. ഇയാൾ പരിഗണിച്ചതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസുമാണ്. ഇതനുസരിച്ച് ഇയാൾ മൊത്തം എലമെൻറ്റുകളെ ഇയാൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇയാൾ നോക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് ഇയാൾ അറേഞ്ച് ചെയ്തത് ആറ്റമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എന്ന് ഇയാൾക്ക് മനസ്സിലായി. പക്ഷേ ഇയാൾ ആറ്റമിക് മാസ് പരിഗണിച്ചിട്ടായിരുന്നില്ല ചെയ്തിരുന്നത്. ഇയാൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസുമാണ് പ്രധാനമായിട്ട് പരിഗണിച്ചിരുന്നത്. പക്ഷേ കിട്ടിയ ടേബിൾ ഇയാൾ നോക്കുമ്പോൾ ഇത് ആറ്റമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അന്ന് കണ്ടെത്തിയ 63 എലമെൻറ്റുകളിൽ ആറ്റമിക് മാസ് ഏറ്റവും കുറഞ്ഞതാണ് ആദ്യം വന്നത്. പിന്നെ അതിൽ കൂടിയത് ആ ഓർഡറിലാണ് ഇയാൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇയാളുടെ ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരുന്നതായിട്ട് ഇയാൾക്ക് മനസ്സിലായി. കാരണം ഇയാൾ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കുറേ എലമെൻറ്റുകളുണ്ട്, മറ്റ് ചില പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കുറേ എലമെൻറ്റുകൾ, ചില എലമെൻറ്റുകൾ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അപ്പോൾ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതിന് ഇയാൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പ്രോപ്പർട്ടീസ് ഇങ്ങനെ വേരി ചെയ്യുന്നതനുസരിച്ച് ഇയാൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഓരോന്നും ഫസ്റ്റ് റോയിൽ കുറേ എലമെൻറ്റുകൾ ഉണ്ടാവും. സെക്കൻഡ് റോയിൽ വരുന്ന ഓരോ എലമെൻറ്റുകളും ആ ഫസ്റ്റ് റോയിൽ വരുന്ന എലമെൻറ്റ് അതേ പ്രോപ്പർട്ടീസ് വരുന്നതാണ് അതിന് താഴെ വരുന്നത്. ആ രീതിയിലാണ് ഇയാളുടെ അറേഞ്ച്മെൻറ്റ് വന്നത്. ശരിക്ക് ന്യൂലാൻഡ് ചെയ്തതുപോലെ തന്നെ ന്യൂലാൻഡ് ഓഫ് ഒക്ടേവ്സ് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും. അവർ 8th എലമെൻറ്റ് ഷോസ് ദി സിമിലർ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞത്. അതേപോലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് മെൻഡലീവിനും കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഇയാളൊരു ലോ ഫോർവേഡ് ചെയ്തു. അതിനാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്ന് അറിയപ്പെടുന്നത്. അതിലയാൾ പറയുന്നത് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റമിക് മാസസ് എന്നാണ്. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റമിക് മാസസ്. ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരു പീരിയോഡിക് ഫങ്ഷനാണ് ഓഫ് ദെയർ ആറ്റമിക് മാസസ്. ആറ്റമിക് മാസിൻ്റെ ഒരു പീരിയോഡിക് ഫങ്ഷനാണ്. എന്താ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ? എ പീരിയോഡിക് ഫങ്ഷൻ ഈസ് ദി വൺ ഇൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ സെർട്ടൈൻ ഇൻ്റർവെൽ. ഒരു നിശ്ചിത ഇൻ്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനാണ് നമ്മൾ പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് വിളിക്കുക. പീരിയോഡിക് ഫങ്ഷൻ ഇസ് ദ വൺ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ സെർട്ടൈൻ ഇൻ്റർവെൽ. ഒരു നിശ്ചിത ഇൻ്റർവെലിന് ശേഷം ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കും. അതായത് ആദ്യത്തെ
ഇലമെൻ്ററി പ്രോപ്പർട്ടി കാണിക്കും. നമ്മുടെ ന്യൂലാൻഡിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ ഒരു 8th എലമെൻറ്റ് ഷോസ് ദി സിമിലർ പ്രോപ്പർട്ടീസ്, 8ആണ് അതിൻ്റെ ഇൻ്റർവലായിട്ട് വന്നത്. അതേപോലെ നിശ്ചയ ഇൻ്റർവലിന് ശേഷം ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ടേബിളായിട്ടാണ് ഇയാൾക്കിത് കിട്ടിയത്. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഒരു ആറ്റമിക് മാസാണ് ഒരു ഇലമെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും തീരുമാനിക്കുന്നത്. എന്നാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത ഇൻ്റർവലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ഈ പീരിയോഡിക് ലോ വെച്ചിട്ട് ഇയാൾ ഡിസൈൻ ചെയ്തെടുത്ത ടേബിളിനാണ് നമ്മൾ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. മെൻഡലീവ്സ് അറേഞ്ച്ഡ് ദ എലിമെൻറ്റ്സ് ഇൻ ദി ഫോം ഓഫ് എ ടേബിൾ വിച്ച് ഇസ് നോൺ ആസ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. 1869 റഷ്യൻ കെമിസ്റ്റാണ് അന്ന് കണ്ടെത്തിയിട്ടുള്ള 63 എലിമെൻറ്റുകളെയാണ് ഇയാൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇയാളുടെ അറേഞ്ച്മെൻറ്റ് എത്തിയിട്ടുള്ളത്. ഇനി മെൻഡലീവ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ ഇത് മെൻഡലീവ് ഇയാളുടെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എങ്ങനെ വെക്കും, എന്നിട്ട് ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന എലിമെൻ്റ് വരുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ആദ്യത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഫസ്റ്റ് എലിമെൻറ്റ് റോയിലുള്ള എലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നതിനെ നേരെ അതിൻ്റെ ചോട്ടിൽ ഇയാൾ പ്ലേസ് ചെയ്തു. അങ്ങനെ ആ രീതിയിലാണ് ഇയാളുടെ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തെടുത്തത്. ആറ്റമിക് മാസ് എന്നതിനപ്പുറം പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആണ് ഇയാൾ പരിഗണിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞു. അങ്ങനെ ഇയാൾ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ് പരിഗണിച്ചിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇയാൾക്ക് മനസ്സിലായത് ഇത് ആറ്റമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഇയാൾ കുറേ നേട്ടങ്ങൾ ഇയാളുടെ പീരിയോഡിക് ടേബിളിലുണ്ട്. ഇയാളുടെ ഈ അറേഞ്ച്മെൻറ്റിൽ ചില പൊസിഷൻസൊക്കെ വേക്കൻ്റായി കിടന്നിരുന്നു, ചില പൊസിഷൻസിലൊന്നും ഒന്നുമില്ല. അങ്ങനെയുള്ള പൊസിഷനിൽ അപ്പോൾ ഇയാൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള പൊസിഷനിൽ പുതിയ എലിമെൻറ്റ് വരാനുണ്ട്. ഇയാളുടെ ഈ അറേഞ്ച്മെൻറ്റ് ഇയാളിങ്ങനെ ആറ്റമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ, അതോടൊപ്പം ആറ്റമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ മാത്രമാണ് ഇയാൾ അറേഞ്ച് ചെയ്തതെങ്കിൽ വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ചില എലിമെൻറ്റിൻ്റെ അതേ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മറ്റൊരു എലിമെൻറ്റ് ഇയാൾ കണ്ടെത്തിയിട്ടില്ല. അതിന് പകരം തൊട്ടടുത്ത എലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന എലിമെൻ്റ് ആയിക്കുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ആ എലിമെൻറ്റിൻ്റെ അടിയിലുള്ള സ്പേസ് ഒഴിവാക്കിയിട്ട് അടുത്ത എലിമെൻറ്റിൻ്റെ സ്പേസിലേക്ക് ഇടും. അപ്പോൾ ഒരു സ്പേസ് അവിടെ വേക്കൻ്റ് ആവും. ഇങ്ങനെ കുറേ വേക്കൻറ്റ് സ്പേസുകൾ ഇയാൾ കണ്ടു. ഇയാളുടെ പീരിയോഡിക് ടേബിൾ കുറേ ഒഴിഞ്ഞു കിടക്കുന്ന കളികൾ കണ്ടു. അപ്പോൾ ഇയാൾ മനസ്സിലാക്കി ഇതുപോലെ എലിമെൻറ്റുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് മാത്രമല്ല, ആ കണ്ടെത്താനുള്ള എലിമെൻറ്റുകൾ പലതും ഇയാൾ പ്രിഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രിഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് അതിൻ്റെ ആറ്റമിക് മാസ്, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇയാൾക്ക് പറയാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇയാൾ ചെയ്തത് ചില എലിമെൻറ്റുകളൊക്കെ റിവേഴ്സ് ചെയ്തു. അതിൻ്റെ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ അനുസരിച്ചിട്ട് ഇയാൾക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ വളരെ കൃത്യമായിട്ട് അന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളാണ് ഇയാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് കുറേ എലിമെൻറ്റുകൾ നമ്മൾ കണ്ടെത്തിയപ്പോൾ നമ്മൾ മെൻഡലീവ്സ് ലോ ഓഫ് ഒക്ടേവ്സിൽ അതേപോലെ തന്നെ ഡോബറിൻസ് ട്രയാഡിലൊന്നും നമുക്ക് പിന്നീട് കണ്ടെത്തിയ എലിമെൻറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ഒരു പ്രധാന ഡ്രോബാക്ക് തന്നെ നമ്മൾ പറഞ്ഞത് നോബൽ ഗ്യാസ് കണ്ടെത്തിയപ്പോൾ അതിന് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആഡ് ചെയ്യുന്നതോടുകൂടി അയാളുടെ ലോ ഫെയിലാവും. എന്നാൽ ഇയാളുടെ ലോ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നീട് കണ്ടെത്തിയ എലിമെൻറ്റുകളെ ആഡ് ചെയ്യാനുള്ള സ്പേസ് വരെ ഇയാളുടെ പീരിയോഡിക് ടേബിളിൽ ഒഴിച്ചിട്ടിരുന്നു. അതാണ് ഇയാളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. നോബൽ ഗ്യാസ് കണ്ടെത്തിയതോടുകൂടെ പുതിയ ഒരു ഗ്രൂപ്പ് കൂടെ തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ. ഇതിനെക്കുറിച്ച് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എന്താണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഗ്രൂപ്പ്സ് എന്ന് കണ്ടിട്ടുണ്ടാവും. ഗ്രൂപ്പ്സ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ താഴോട്ടേക്ക് പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണും. അതേപോലെ പീരിയഡ്സ് താഴോട്ടേക്കും. അപ്പോൾ പീരിയഡ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ്, ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്
വലത്തോട്ടാണ്. അപ്പം ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും 1. ഓക്കെ, ഇത് ഒന്നാമത്തതാണ്. RORH. എന്താണ് ഈ RO അതേപോലെ RH? RORH എന്ന് പറഞ്ഞാൽ ഈ R എന്ന് പറയുന്നത് ഏത് എലിമെൻറ്റും ആവും, O എന്ന് പറയുന്നത് ഓക്സിജനാണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് ഏത് എലിമെൻറ്റ്, H എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള ഓരോ എലിമെൻറ്റിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഇതിൽ പ്രധാനമായിട്ട് പരിഗണിച്ചത്. മനസ്സിലായല്ലോ? അപ്പം ഇതിൽ ഈ ഓൻ്റെ സ്ഥാനത്ത് നമ്മൾ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ H2 കൊടുത്തു എന്ന് വിചാരിക്കാം. ആറിൻ്റെ സ്ഥാനത്ത് ഈ ഒന്നാമത്തതിൽ നമ്മൾ H2 കൊടുത്താൽ H2O ആയി. ഓക്കെ, മനസ്സിലായില്ലേ? അതേസമയം നമ്മൾ അടുത്ത ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ H ആണ് കൊടുക്കുന്നതെങ്കിൽ H2 ആയി. ഇതേപോലെ ഓരോ എലമെൻറ്റിൻ്റെ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ വ്യത്യസ്ത എലമെൻറ്റുകൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി. സെക്കൻഡ് ഇതിലേക്ക് വരുന്ന സമയത്ത് RORH2, മറ്റേത് R2O3 RH3. ഇങ്ങനെ ഈ രീതിയിൽ ഓക്സിജനുമായിട്ടും ഹൈഡ്രജനുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ ഇതിൽ പരിഗണിച്ചത്. ഇപ്പോൾ AB എന്ന് പറയുന്ന സെക്ഷനുകളുടെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് മൊത്തം എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റി. ഇതിൽ കുറേ വേക്കൻറ്റ് സ്പേസുകളുണ്ട്, അത് പലപ്പോഴും ഫില്ലായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോഡൽ മാത്രമാണ്, പലപ്പോഴായിട്ട് ഇതിൻ്റെ പല ഏരിയകളും ഫില്ലായി പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ഇതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നുമില്ല. അപ്പോൾ ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതേപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഫീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫീച്ചേഴ്സ് മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തത്, ദ എലിമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. റോയും കോളം ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. റോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റോസും കോളംസും താഴോട്ടേക്കും വലത്തോട്ടും താഴോട്ടുള്ള ലൈനുകൾ നമ്മൾ ടേബിളായിട്ട് നിർത്താം. റോസും കോളംസും ആയിട്ടാണ് അത്. ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ്സ്. ഹൊറിസോണ്ടൽ റോയെ നമ്മൾ പീരിയഡ് എന്നാണ് വിളിക്കുക. ഹൊറിസോണ്ടൽ റോയെ പീരിയഡ് എന്ന് വിളിക്കുക. അതായത് ഓരോന്നോരോ പീരീഡുകൾ. അപ്പോൾ ഇതൊരു പീരീഡാണ്, ഇത് അടുത്ത പീരീഡാണ്, ഇത് അടുത്ത പീരീഡ്. ആ രീതിയിലാണ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തം 6 പീരീഡുകളാണ് ഉള്ളത്. കോളം എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടേക്കുള്ള ലൈനുകളാണ്. ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരിയഡ്സ്. ദർ ആർ 6 പീരിയഡ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. 6 പീരീഡുകളാണുള്ളത്. 1 മുതൽ 6 വരെ നമ്മൾ അറബിക് ന്യൂമറൽ, നമ്മൾ സാധാ 1, 2, 3 നമ്മൾ എഴുതുന്നത് അറബിക് ന്യൂമറൽ എന്നാണ് വിളിക്കുക. അറബിക് ന്യൂമറൽ വെച്ചിട്ടാണ് അത് നമ്പർ കൊടുത്തിട്ടുള്ളത്. 4ഉം 5ഉം 6ഉം പീരീഡിന് 2 സീരീസ് എലിമെൻറ്റുകളുണ്ട്. പീരിയോഡിക് ടേബിളിൽ നിന്ന് ക്ലിയർ ആയിക്കും. ഒന്നാമത്തെ പീരീഡിൽപ്പെട്ടതാണ് ഹൈഡ്രജൻ, രണ്ടാമത്തതിന് ലിഥിയം, ഹീലിയം, അങ്ങനെ ബോറോൺ, അത് രണ്ടാമത്തെ പീരീഡിൽപ്പെട്ടതാണ്. ഇനി അതിൽ 4ഉം 5ഉം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് 2 റോ ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ഗിവൺ പീരിയഡ് ഷോ റെഗുലർ ഗ്രഡേഷൻ. അതായത് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അങ്ങനെ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അത് റെഗുലർ ആയിട്ടുള്ള ഒരു ഫാഷനിലാണ് നമുക്കത് കാണാൻ വേണ്ടി കഴിയുക. ഇനി വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ വിളിക്കുക ഗ്രൂപ്പ്സ് എന്നാണ്. 8 ഗ്രൂപ്പുകളാണുള്ളത്. റോമൻ ന്യൂമറൽ വെച്ചിട്ട് 1 to 8 നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് 1 മുതൽ 7 വരെ ഉള്ളതിന് നമ്മൾ A, B എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8ാമത്തതിന് ഇല്ല, അതുവരെ 7 വരെ ഉള്ളതിന് നമ്മൾ A, B എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഓൾ ദ എലിമെൻറ്റ്സ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ആർ കെമിക്കലി സിമിലർ ഇൻ നേച്ചർ. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലിമെൻറ്റുകളൊക്കെ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതായിരിക്കും. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നതായിരിക്കും. എന്നാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു റെഗുലർ ഗ്രഡേഷൻ ഉണ്ടാകും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ അളവിൽ ഇങ്ങനെ ഓരോ ആദ്യത്തെ എലിമെൻറ്റ് കാണിക്കുന്നതിന് കുറച്ചുകൂടെ മാറിയിട്ട് രണ്ടാമത് റെഗുലർ ഗ്രഡേഷൻ കാണിക്കും. ഈ രീതിയിലാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്ന്, റോസും കോളംസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ റോസ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കും. 6 പീരീഡുകളാണുള്ളത്. വെർട്ടിക്കൽ കോളംസിന് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. 8 ഗ്രൂപ്പുകളാണുള്ളത്. അതുപോലെ തന്നെ പീരീഡിൽ ഒരു റെഗുലർ ഗ്രഡേഷൻ
കാണിക്കും. പ്രോപ്പർട്ടീസിൽ എലിമെൻറ്റുകൾ റെഗുലർ ഗ്രഡേഷൻ കാണിക്കും. അതേസമയം ഗ്രൂപ്പിൽ എല്ലാ എലിമെൻറ്റുകളും ഒരേ പ്രോപ്പർട്ടീസാണ് കാണിക്കുക. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതനുസരിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലൊരു റെഗുലർ ഗ്രഡേഷൻ കാണിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം.